നിങ്ങൾക്കൊക്കെ എല്ലാ തരം വിശ്വാസങ്ങളും ഉള്ളവരല്ലേ. നിനക്ക് വേണ്ടി എന്ത് തരം പൂജ ചെയ്യാനും നിന്റെ അമ്മ ഓടി നടക്കുന്നതല്ലേ. പൂജ മന്ത്രവാദമൊക്കെ ചെയ്തിട്ട് നീ നവീന്റെ മനസ്സ് പിടിച്ചെടുത്തതുകൊണ്ടാ നവീൻ എന്നെ വെറുത്തത്. ഗാഥ, ഞാനൊരു പൂജയും മന്ത്രവാദവും ചെയ്തിട്ടില്ല. എത്ര തവണ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു, നിന്നെയോ നിന്റെ മമ്മിയോ ചതിക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ലെന്ന്. എന്റെ നവീനെ എനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞ നിന്നെ ഞാൻ എന്താ ചെയ്യാന്നറിയാലോ. നീ എന്താടി ചെയ്യാ? എടി, ഞാൻ മോളിക്കുട്ടിയാ. നീ കൃഷ്ണയെ എന്ത് ചെയ്യുന്ന ചോദിച്ചേ? അവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ലോകത്തിന്റെ അച്ചുതണ്ടേ നീയും നിന്റെ മമ്മിയാണെന്ന് കരുതുന്നതാ. അതെ, തെറ്റാ. നിന്നെക്കാളും നിന്റെ മമ്മിയെക്കാളും വലിയ ബിസിനസ്സുകാരെ ഈ നാട്ടിലുണ്ട്. നിന്നെക്കാളും സൗന്ദര്യമുള്ള ഒരുപാട് പെണ്ണുങ്ങള്, നിന്നെക്കാളും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരുപാട് പെണ്ണുങ്ങള് ഈ നാട്ടിലുണ്ട്. അത് തിരിച്ചറിയാൻ പറ്റാതെ ചുമ്മാ കൃഷ്ണയാണ് കാരണമൊന്നും പറഞ്ഞ് ഇരിക്കലേ നീ. പകരവേ നീ നിന്റെ സ്വഭാവം മാറ്റാൻ നോക്ക്. മനുഷ്യരായിട്ട് കാണാൻ പഠിച്ചു നോക്ക്. എന്നിട്ട് മതി മറ്റുള്ളവരെ കുറ്റം പറയുന്നത്. നീയാണ് അവളുടെ പിൻബലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ കൊടുക്കുന്ന ധൈര്യത്തിലാ അവൾ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്ന. നിന്നെ എന്റെ കൺമുന്നിൽ കണ്ടാലുണ്ടല്ലോ നിന്റെ മുഖം അടിച്ച് ഞാൻ പൊളിക്കും. ആഹാ, നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിലേ നമുക്കേ അതങ്ങ് മാറ്റി വെക്കണ്ട. ഞാനേ ചങ്ങാതിക്കടവിനടുത്ത് ശാന്തിപുരം എന്ന സ്ഥലത്തുണ്ട്. വരുന്നുണ്ടോ നീ? ധൈര്യം ഉണ്ടോടി നിനക്ക് വരാൻ? നീ വെല്ലുവിളിക്കുന്നതേ ഗാഥ ശ്രീനിവാസനെ. ഒന്ന് പോടി അവിടുന്ന്. ഗാഥാ ശ്രീനിവാസൻ ലോകത്തെ ഏറ്റവും മഹത്തരമായ പേരാണെന്ന് പറഞ്ഞ് ആഘോഷിക്കുക. നിന്റെ പേരിന് ഒരു പ്രത്യേകതയുമില്ല, ഒരു സാധാരണ പേര് മാത്രം. ഞാൻ നിന്നെ കാണാൻ വരുന്നുണ്ട്, അതും കാത്തിരുന്നു നീ. അവക്ക് ഭ്രാന്താണ്, ചിലപ്പോ പുറപ്പെട്ട് വരാനും മതി. അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിലേ അവള് വരട്ടെ. ഇന്നത്തോടെ അവളുടെ ഇടപാടേ ഞാനങ്ങ് തീർത്തു കൊടുക്കും. ഇല്ല മേഡം, ചിലപ്പോ ഡീറ്റെയിൽസ് കിട്ടിക്കാണില്ല. എക്സ്ക്യൂസുകൾ ഒരുപാട് കാണും, പക്ഷെ ഒരു എക്സ്ക്യൂസും അവന്മാരെയല്ല ബാധിക്കുക, നമ്മളെയാ. അയാളാണ്. ഹലോ. ആ സാറേ, അവളുമാര് കാണാൻ കയറിയ അഡ്വക്കേറ്റ് ആള് പുലിയ. ആരാ? അഡ്വക്കേറ്റ് ബെന്നി ചെറിയ. അയാള് വെറുതെ കോടതിയിൽ കയറി നിന്നാ മതി സാറേ. അയാൾ ആഗ്രഹിക്കുന്ന വിധി എഴുതി കൊടുക്കും ജഡ്ജി. ഞാൻ കേട്ടിട്ടുണ്ട്. അയാളുടെ ഫീസ് ഇത്തിരി കട്ടിയേറിയതാ. ആദ്യം ഇവര് കൊടുക്കൂല്ലോ എന്നറിയില്ല. പക്ഷെ കൊടുത്ത അനിയൻ സാറ് പുറത്തിറങ്ങി. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ തന്നെ വിളിച്ചോളാം, ആവശ്യങ്ങളുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ മതി സാറേ, ഞാൻ അപ്പം എത്തിക്കോളാം. അഡ്വക്കേറ്റ് ബെന്നി ചെറിയാൻ പത്രങ്ങളിലൊക്കെ സ്ഥിരം കാണുന്നൊരു പേരാ. പ്രമാദമായ പല കേസുകളിലും തന്റെ കക്ഷിയെ നിസ്സാരമായ കോടതിയിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുള്ള ആളാ. അയാളെയാ കൃഷ്ണ പോയി കണ്ടിരിക്കുന്നത്. അയാള് മുന്നിൽ വരുന്ന കക്ഷികളെ കൊള്ളയടിക്കുന്നയാളാ. പക്ഷേ കൊള്ള മുതൽ കയ്യിൽ വെച്ച് കൊടുത്താലേ അയാൾ അതിനുള്ള പണിയെടുക്കും. അങ്ങനെയെങ്കിൽ അനിയൻ സാർ പുറത്തിറങ്ങും. പ്രശ്നമാണല്ലോ മൂർത്തി. തീർച്ചയായും ഏതെങ്കിലും കാരണവശാ അനിയൻ സാർ പുറത്തിറങ്ങിയാലേ നമ്മൾ രണ്ടുപേരെയും പിന്നെ ബാക്കി വച്ചേക്കില്ല വേണം. അതിനവൻ പുറത്തിറങ്ങിയാലല്ലേ? അവള് കേസ് കൊടുത്താലല്ലേ? മാഡം, അവള് കേസ് കൊടുക്കരുത് മൂർത്തി. അഡ്വക്കേറ്റ് അവളുടെ കേസ് എടുക്കാൻ തീരുമാനിക്കുന്നതിന് മുൻപ് കേസ് കൊടുക്കുന്ന അവളെ ഇല്ലാതാക്കിയാല് ഒരു പ്രശ്നമില്ലല്ലോ. കുറച്ചുനേരം ഉറങ്ങട്ടെ. ഉണരുമ്പോ എന്തായിരിക്കും അവസ്ഥ? എനിക്കറിയില്ല സിനി. ഇനി എന്റെ മോള് ജീവൻ എടുക്കാനായിട്ട് തീരുമാനിച്ച അതിനു മുമ്പ് ഞാൻ എന്നെ തന്നെ അവസാനിപ്പിച്ചിരിക്കും. മാം, എനിക്ക് ടോർച്ചർ താങ്ങാൻ വയ്യ. വേദനയല്ലാതെ മറ്റൊന്നുമില്ല. ഞാനും എന്റെ മോളും അടങ്ങുന്ന ഈ ലോകത്ത് മുഴുവൻ സമയം കളിയും ചിരിയുമായിട്ട് പൊക്കോണ്ടിരുന്ന ഞങ്ങള്. അതൊക്കെ അവസാനിച്ചില്ലേ? ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാൻ കൂടി ഇപ്പൊ ഞങ്ങക്ക് പറ്റാണ്ടായില്ലേ സിനി? വേണ്ട മാം, എന്തെങ്കിലും പറയുന്ന കേട്ട് ഗാഥ മാഡം ഉണർന്ന്. ഇതെന്തൊരു വിധിയാ? എന്റെ മോളെ ഞാൻ ഇനി എന്ത് ചെയ്യാനാ?
എന്താ മാം? ഭക്ഷണം റെഡിയായോ? ആയിട്ടുണ്ട് മാം. മോള് കുറെ നേരമായില്ലേ കിടന്നുറങ്ങാൻ തുടങ്ങിയിട്ട്. വിളിച്ചുണർത്തി ഭക്ഷണം കൊടുക്കണം. സിനി അത് എടുത്തു വയ്ക്ക്. ശരി മാം. ഉണർന്നു കഴിയുമ്പോ ഗാഥ മാഡം പ്രശ്നം വല്ലതും ഉണ്ടാക്കോ? എന്തായിരിക്കും കണ്ടീഷൻ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഫേസ് ചെയ്തല്ലേ പറ്റൂ. പെട്ടെന്നായിക്കോട്ടെ. മോളെ ഗാഥ, ഗാഥ, മോളെ. മോളെ, മോളെ എഴുന്നേക്ക്. അയ്യോ, തുടരുത് എന്നെ, തുടരുത്. എന്റെ അടുത്തേക്ക് ആരും വരരുത്. എന്താ മോളെ, എന്താ പറ്റി? എന്റെ അടുത്തേക്ക് വരല്ലേ മോളെ, അമ്മയെ വിളിക്കരുത്. എനിക്ക് പേടിയാ, എനിക്ക് പേടിയാ മോളെ. എല്ലാവരെയും പേടിയാ. ഈ വെളിച്ചം പോലെ എനിക്ക് പേടിയാ. എന്താ മോളെ പറയുന്നേ? എനിക്കറിയില്ല, എനിക്കറിയില്ല. മോളെ എന്താ ഇത്? കരയല്ലേ? മമ്മിയല്ലേ വിളിക്കുന്ന? എഴുന്നേക്ക്, വാ, എഴുന്നേക്ക്. നമുക്ക് സംസാരിക്കാം. വാ, എഴുന്നേക്ക്. ഇവിടെ ഇരിക്ക, ഇരിക്ക.